ചില അപ്ഡേറ്റ്സുകൾ പുറത്തു വരുന്നത് ഇറാഖിൻ്റെ തന്നെ ഹാഷിദ് ഷാബി ഫൈറ്റേഴ്സ് അവർ 2 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള ചില അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഒട്ടും എന്താ പറയുക, സമാധാനം എപ്പോൾ പുലരും എന്നതിൻ്റെ ഒരു നേർക്കണിക പോലും ലഭിക്കാത്ത രീതിയിലുള്ള ചില അപ്ഡേറ്റ്സുകളാണ് ചുറ്റും വന്നുകൊണ്ടിരിക്കുന്നത്. അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് വരാം. സൂരജ്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എംബസിയുടെ നിർദ്ദേശങ്ങൾ കുറച്ചുകൂടി കൃത്യമായി തന്നെ വന്നിരിക്കുന്നു. അവിടെ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അനാവശ്യ യാത്രകളൊന്നും പാടില്ല എന്ന് പറയുന്നു. എല്ലാവരും സുരക്ഷിതമായി സ്ഥലങ്ങളിൽ, ഷെൽട്ടറുകളിൽ തന്നെ ഇപ്പോൾ ഉണ്ടാകണം, ഇരിക്കണം എന്നുള്ളൊരു നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് സൂരജ്? നിലവില് ഒരു 5 മിനിറ്റ് മുമ്പ് വീണ്ടും ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട്. അത് സ്ഫോടനമാണോ എന്നുള്ള വ്യക്തമല്ല. കാര്യം ചിലപ്പോൾ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ശബ്ദവും ആയിരിക്കാം. എങ്കിൽ തന്നെയും നിലവിൽ ഇപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും അപ്പാർട്ട്മെന്റിന്റെ താഴെ ഇറങ്ങി നിന്ന് താഴത്തെ ഫ്ലോറിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആരും തന്നെ തിരിച്ച് മുകളിലോട്ട് പോയിട്ടില്ല. ഇപ്പോഴും സ്ഥിതി നോർമൽ ആയിട്ടില്ല. പഴയതുപോലെ തന്നെയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കും എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. ഇപ്പോ ഇന്ത്യൻ എംബസിയിൽ നിന്ന് വീണ്ടും ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. അതായത് എല്ലാ ആൾക്കാരും സുരക്ഷിതമായി തന്നെ നിൽക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. കൂടാതെ ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ഷെൽട്ടറുകളുടെ ഒരു ലിസ്റ്റ് വിട്ടിട്ടുണ്ട്. അതായത് ജുഫൈർ അതുപോലുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് മേഖലയിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കും ഈ ഷെൽട്ടറിലേക്ക് മാറി താമസിക്കാവുന്നതാണ്.